അസ്സലാമു അലൈക്കും. ലോകത്ത് അള്ളാഹു പടച്ച എല്ലാ സൃഷ്ടികളെക്കാളും നാം സ്നേഹിക്കേണ്ടത് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെയാണ്. തിരുമുസ്തഫ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഖുർആൻ തന്നെ നമ്മോട് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനുമുള്ള ഒറ്റമൂലി മരുന്നാണ് സ്വലാത്ത്. സ്വലാത്താര് കൂടുതൽ ചെല്ലുന്നോ അവൻ നാളെ നബിയോട് ഏറ്റവും അടുത്തവനായിരിക്കുമെന്ന് ഇബ്നു മസ്ഊദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. ദിവസം 50 സ്വലാത്ത് ചൊല്ലുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈപിടിക്കുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ 4 മലക്കുകൾ വന്നു. സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ള അവരുടെ ഓഫർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവർ വെച്ചു. ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, അങ്ങയുടെ പേരിൽ ഒരാൾ നിത്യവും 10 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ കൈപിടിച്ച് സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ ഞാൻ കടത്തും. ഉടൻ മീകായിൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഞാൻ അവന് ഹൗദുൽ കൗസർ കുടിപ്പിക്കും. ഇസ്രാഫീൽ അലൈഹിസ്സലാം പറഞ്ഞു, അവന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതുവരെ ഞാൻ സുജൂദിൽ കിടക്കും നബിയെ. അതിന് ശേഷമേ എന്റെ ശിരസിനെ ഞാൻ ഉയർത്തുകയുള്ളൂ. ഇത്രയും കേട്ടപ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, അങ്ങയുടെ മേൽ നിത്യവും സലാത്ത് ചൊല്ലുന്നു അവന്റെ റൂഹ് നബിമാരുടെ റൂഹ് എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ ശാന്തമായി മൃദുലമായി അവന്റെ റൂഹിനെ ഞാൻ പിടിക്കും എന്ന് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു. എന്റെ മേൽ ആരാണോ സലാത്തിനെ വർദ്ധിപ്പിക്കുന്നത് അവരുടെ ദുഃഖങ്ങൾ അള്ളാഹു അകറ്റിക്കൊടുക്കുകയും അവരുടെ വിഷമങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കുകയും അവരുടെ എല്ലാവിധ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്റെ മേൽ ആരെങ്കിലും ഒരു വട്ടം സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അള്ളാഹു അവന്റെ മേൽ 10 തവണ സ്വലാത്ത് ചൊല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യശാലികളിൽ നമ്മെ എല്ലാവരെയും നാഥൻ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.